നമുക്കറിയാം, നമ്മുടെ ഈ ലോകത്ത് വേർതിരിവും ചേരിതിരിവിൻ്റെയുമായിട്ടൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കുടിയാന്മാരും ജന്മികളും അതേപോലെ തന്നെ പ്രഭുക്കന്മാരും ഒക്കെ വാണിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഈ കുടിയാന്മാർക്ക് യാതൊരുവിധ നീതിയും കിട്ടിയിരുന്നില്ല എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാവുന്ന കാര്യമാണ്. കുടിയാന്മാരുടെയും താഴെത്തട്ടിൽ കിടക്കുന്ന അടിസ്ഥാന വർഗത്തിന്റെ ഉന്നഗമനത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് എന്ന പ്രസ്ഥാനം ആ കാലഘട്ടത്തിൽ വളരെയധികം ശക്തി പ്രാപിച്ചിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഈ അധോവർഗത്തിന്റെ അല്ലെങ്കിൽ ഏറ്റവും താഴെ കിടക്കുന്നവരുടെ ഉന്നഗമനത്തിന് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ആശയമാണ് സമത്വം, സാഹോദര്യം, സോഷ്യലിസം എന്നൊക്കെ പറയുന്ന ഈ കാര്യങ്ങൾ. അപ്പോൾ അതിനകത്ത് അന്ന് ഈ സമത്വം ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ഇത് കുടിയാന്മാരും ജന്മികളും അല്ലെങ്കിൽ പ്രഭുക്കന്മാരുമായിട്ടുള്ള ഒരു അസമത്വത്തിന്റെ കഥയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ ആധുനിക യുഗത്തിൽ നമ്മൾ ഈ സമത്വത്തെ പറ്റി ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നിയമത്തിലും നിയമ സംവിധാനങ്ങളിലും ഒക്കെ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ ആണും പെണ്ണും തമ്മിലുള്ള വിഷയത്തിൽ വളരെ വലിയൊരു അസമത്വം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. കാരണം പുരുഷന്മാർ അവർ ഡോമിനന്റ് ആണെന്നും അവർ പലപ്പോഴും സ്ത്രീകളെ പീഡിപ്പിക്കുന്നുവെന്നും സ്ത്രീകളുടെ ഉന്നഗമനത്തിനും അവരുടെ അവകാശങ്ങൾക്കും അവരുടേതായിട്ടുള്ള ആവിഷ്കാരങ്ങൾക്കും എതിരായിട്ട് പുരുഷൻ നിൽക്കുന്നു. അതുകൊണ്ട് സ്ത്രീകളുടെ ആ ഉന്നഗമനത്തിന് പുരുഷനെ പോലെ തന്നെ സമൂഹത്തിൽ സ്ഥാനം സ്ത്രീകൾക്കും വേണം, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കണം, അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റണം എന്നൊക്കെയുള്ള പല സിദ്ധാന്തങ്ങളും നമ്മുടെ നാട്ടിൽ കുറെ കാലങ്ങളായിട്ട് ഉയർന്നു കേൾക്കുകയും അതുകൊണ്ട് സ്ത്രീകളുടെ ഉന്നഗമനത്തിനും അവരുടെ പുരോഗതിക്കും വേണ്ടിയിട്ട് നമ്മുടെ നിയമത്തിൽ അടിപൊളി മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. എന്നാൽ ഏറ്റവും ഖേദകരമെന്ന് പറയട്ടെ, പുരുഷന്മാരുടേതായിട്ടുള്ള സംരക്ഷണത്തിനും അവന്റെ അവകാശങ്ങൾക്ക് മീതെ ഇപ്പോൾ വളരെ വലിയ ഭീഷണിയാണ് ഈ സ്ത്രീ സംഘടനകളും സ്ത്രീ നിയമങ്ങളും ഇന്ന് വളരെ വലിയ രീതിയിൽ അതിനെ ചവിട്ടി തേച്ചുകൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇന്ന് ഈ സ്ത്രീകളുടെ നിയമങ്ങളെല്ലാം പലപ്പോഴും ദുർവിനിയോഗം ചെയ്യപ്പെടാറുണ്ട്. കാരണം ഈ നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ആ നിയമം ഒരു പക്ഷത്തിനെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് ആ വിഭാഗം ഇതിനെ വല്ലാതെ മുതലാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. എത്രയോ പുരുഷന്മാർ ആത്മഹത്യയിലേക്കും മനോരോഗികളായിട്ടും ഒക്കെ മാറുവാൻ ഇത്തരം നിയമങ്ങളും നിയമവശങ്ങളും ഒക്കെ കാരണമായി തീർന്നിട്ടുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ചർച്ച ചെയ്യപ്പെടുവാൻ ഒരുപാട് വേദികളാണുള്ളത്. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം വനിതാ കമ്മീഷൻ. വനിതാ കമ്മീഷൻ സ്വമേധയാ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കോ അല്ലെങ്കിൽ സ്ത്രീകൾ ഒരു പ്രശ്നം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതിന്മേൽ പുരുഷനെതിരെ കേസെടുക്കുന്നുണ്ട്. എന്നാൽ പുരുഷന് നേരെ ഏതെങ്കിലും ഒരു തരത്തിലൊരു സ്ത്രീയുടെ അതിക്രമമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് രീതിയിലുള്ള അവന്റെ അവകാശത്തിന് നേരെയുള്ള കടന്നുകയറ്റം സംഭവിച്ചാൽ ഇവിടെ പരിരക്ഷിക്കുവാൻ, പുരുഷന്റെ അവകാശത്തെ സംരക്ഷിക്കുവാൻ യാതൊരു വകുപ്പും ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ എവിടെയാണ് സമത്വം? ആർക്കാണ് ഇവിടെ കൂടുതൽ പ്രിവിലേജ് കിട്ടുന്നത്? സമൂഹത്തിൽ സ്ത്രീകൾക്ക് കിട്ടുന്ന പ്രിവിലേജ് അതിന്റെ 10-1 പോലും ഇപ്പൊ പുരുഷന്മാർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. നമ്മുടെ നാട്ടില് സമത്വം വേണം എന്ന് ഏറ്റവും കൂടുതൽ വാതോരാതെ പറയുന്ന ഒരു വിഭാഗമാണ് നമ്മുടെ സ്ത്രീജനങ്ങളുടെ. ഞാൻ നിങ്ങളെ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുമല്ല. കാരണം അങ്ങനെയാണ് ഇന്ന് പല സ്ത്രീകളും പറയുന്നുണ്ട്. ഈ സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ള ഒരു നിയമ ആനുകൂല്യങ്ങളൊക്കെ അവസാനിപ്പിക്കേണ്ട കാലഘട്ടമായിരിക്കുന്നു. അത് സമൂഹത്തിൽ വരുത്തുന്ന വലിയ വിള്ളലുകളും മുറിപ്പാടുകളും ഒരിക്കലും പരിഹരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള തലത്തിലേക്ക് വളർന്നിരിക്കുന്നു എന്ന് സ്ത്രീകളിൽ തന്നെ സുബോധമുള്ളവരും വളരെ ബാലൻസിംഗ് ആയിട്ട് ചിന്തിക്കുന്നവരും ഒക്കെ അഭിപ്രായം പറയാറുണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഇന്ന് ഒരു കേസുമായിട്ട് ഒരു പുരുഷൻ ഒരു സ്ത്രീക്കെതിരെ ഒരു കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ആ പുരുഷന് കിട്ടുന്ന സ്വീകാര്യതയും ഒരു പുരുഷനെതിരെ ഒരു സ്ത്രീ ഒരു കേസുമായിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയാൽ അവർക്ക് ലഭിക്കുന്ന സ്വീകാര്യതയും തമ്മിൽ അജഗജാന്തരമായിട്ടുള്ള വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം. പലപ്പോഴും സ്ത്രീകൾക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടുന്നു. അവർ സമൂഹത്തിലെ ദുർബലരായ അല്ലെങ്കിൽ സമൂഹത്തിലെ പുരുഷ കേസരികൾക്ക് അവരെ പലപ്പോഴും നമ്മുടെ നിയമം പരിഗണിക്കുന്നത് സമൂഹത്തിലെ ദുർബല വിഭാഗം എന്നുള്ള രീതിയിലാണ്. അപ്പൊ ദുർബല വിഭാഗത്തെ ഡോമിനന്റ് പവറാക്കി തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിയമങ്ങളും ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ട്. പലപ്പോഴും ഈ നിയമങ്ങളെല്ലാം അനാവശ്യ കാര്യങ്ങളിലേക്കും വിവാദങ്ങളിലേക്കും ഒക്കെ തള്ളിവിടുന്നതും ഇതേ ആൾക്കാർ തന്നെയാണ്. പലപ്പോഴും പുരുഷന് ഏൽക്കുന്ന മാനസിക സംഘർഷത്തിനും മാനസിക വ്യതകൾക്കും അവന്റെ പ്രശ്നങ്ങളും ഒക്കെ പരിഹരിക്കുവാൻ പോലീസ് സ്റ്റേഷനെയോ അല്ലെങ്കിൽ കോടതിയോ ഒക്കെ സമീപിച്ചു കഴിഞ്ഞാൽ നീതി കിട്ടുക എന്ന് പറയുന്നത് വളരെ കാത്തിരുന്ന് അല്ലെങ്കിൽ ഒരുപാട് കാലം നമ്മൾ അതിന്റെ പിന്നാമ്പുറങ്ങളിൽ സഹിഷ്ണുതയോടെ കാത്തിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതേസമയം ഒരു സ്ത്രീക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ
അവരെ സംരക്ഷിക്കുവാൻ നിയമത്തിന്റെ എല്ലാ വശങ്ങളിലും അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടുള്ള, അവരുടെ കാര്യങ്ങൾക്ക് വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതായിട്ടുള്ള സംവിധാനങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലവിലുള്ളത്. അപ്പോൾ ഹണി റോസും ഈ ബോച്ചയും തമ്മിലുള്ള വിഷയമാണല്ലോ ഇപ്പൊ റീസെന്റ് ഏറ്റവും കൂടുതൽ ഒരു ആൺ പെൺ സംഘടനത്തിന് അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു ആശയ വിസ്ഫോടനങ്ങൾക്കൊക്കെ കാരണം ആയിട്ടുള്ള ഒരു പ്രശ്നം. ഈ പ്രശ്നം നടക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഹണി റോസിന്റെ പരാതിമേൽ എത്ര പെട്ടെന്നാണ് പോലീസ് നിയമ നടപടിയെടുത്തത്. അപ്പോൾ വളരെ സ്വിഫ്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് പോലീസ് എടുത്തിട്ടുള്ളത്. എന്നാൽ നേരെ തിരിച്ച് ഹണി റോസിനെതിരെ ഈ പറഞ്ഞ ബോബി ചെമ്മണ്ണൂരാണ് ഈ കേസ് കൊടുത്തിരുന്നെങ്കിൽ ഇത്ര ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ നടക്കുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. പുരുഷന്മാര് കാലാകാലങ്ങൾ അല്ലെങ്കിൽ മെൻസ് അസോസിയേഷനൊക്കെ കാലാകാലങ്ങളായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ഈ വനിതാ കമ്മീഷൻ എന്നതുപോലെ തന്നെ തത്തുല്യമായ ഒരു പുരുഷ കമ്മീഷനും നിലവിൽ വരണ്ടേ? എന്തിനാണ് ഒരു വിഭാഗത്തിന് മാത്രം ഇത്ര അധികം പ്രിവിലേജ്? പുരുഷനും വേണ്ടേ? പുരുഷനും ഇമോഷനും അതേപോലെ തന്നെ എല്ലാ വൈകാരികമായിട്ടുള്ള അവസ്ഥയിലൂടെയും കടന്നു പോകുന്ന ഒരു ജീവിയല്ലേ. അപ്പൊ ആണിന് അവന് ഡോമിനൻസ് ഒന്നും വേണ്ട, പക്ഷെ ഇക്വാലിറ്റി എന്ന് പറയുന്ന സംഭവം പുരുഷനും ഏറ്റവും കൂടുതൽ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പൊ പുരുഷ കമ്മീഷനും വേണം. പുരുഷനൊരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അവനെ സംരക്ഷിക്കാനും വേണം, അവന്റെ വശം കേൾക്കാനും, അറ്റ്ലീസ്റ്റ് പുരുഷന് പറയുവാനുള്ളത് കേൾക്കാനെങ്കിലുമുള്ള ഒരു കമ്മീഷനോ ഒരു സംവിധാനമോ നമ്മുടെ ഭരണത്തിൽ വരേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇന്ന് ഒരുപാട് ഗാർഹിക പീഡനത്തിന്റെ പേരിൽ അതൊക്കെ കള്ളം കെട്ടിച്ചമച്ചതും അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമത്തെ ദുർവിനിയോഗം ചെയ്തുകൊണ്ട് ഒത്തിരി പുരുഷന്മാരെ ഇന്ന് അവരുടെ ജീവിതം നശിക്കപ്പെട്ടു പോയിട്ടുണ്ട്. പലരും ആത്മഹത്യ ചെയ്തു, പലരും നാടും വീടും വീട്ടുകാരെയൊക്കെ വിട്ടുപോയി, അല്ലെങ്കിൽ കുറെ പേര് മാനസിക രോഗികളായിട്ടൊക്കെ തീർന്നു. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സഹായരായ പുരുഷന്മാർക്ക് തങ്ങളുടെ കാര്യങ്ങൾ പറയുവാനുള്ള വേദികളില്ല എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ നിയമത്തിൽ രണ്ടുപേർക്കും തുല്യത വേണമെങ്കിൽ പുരുഷന് വേണ്ടിയിട്ടും നിയമങ്ങൾ കൃത്യമായിട്ടും ഉണ്ടാക്കേണ്ടതാണ്. ഇനി നിയമങ്ങളില്ല എങ്കിൽ പുതിയ നിയമങ്ങൾ നമ്മുടെ സംഹിതയിൽ എഴുതി ചേർക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ സ്ത്രീകൾക്കെതിരെ പുരുഷന്മാർക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. വാസ്തവമായ കാര്യം പറഞ്ഞാൽ പോലും അത് അധിക്ഷേപമായിട്ടും അത് സ്ത്രീകൾക്ക് നേരെയുള്ള കയ്യേറ്റമായിട്ടും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെയുള്ള സ്ത്രീ വിരുദ്ധതയായിട്ടും ഒക്കെ അതിനെ വളച്ചൊടിച്ചുകൊണ്ട് പുരുഷനെതിരെ നിയമ നടപടികളും അവനെ തുറങ്കിലല്ല അടയ്ക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. എന്നാൽ പുരുഷൻ എന്ത് കേട്ടാലും അവനെ ഇനി ഒരു സ്ത്രീ കയ്യേറ്റം ചെയ്താൽ പോലും അടി കൊണ്ടിട്ട് പോകുക എന്നുള്ളൊരു ഗതികെട്ട അവസ്ഥയിലേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പുരുഷനെ എന്തും പറയാം, പുരുഷനെ ഏത് ഹീനമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അധിക്ഷേപമോ എന്ത് പറഞ്ഞാലും അതിനൊക്കെ ഇവിടെ പുല്ല് വില മാത്രമേ ഉള്ളൂ എന്ന് ഓർക്കുമ്പോൾ സമത്വം, സാഹോദര്യം, സോഷ്യലിസം എന്നൊക്കെ പറയുന്ന ആശയം അതെന്നേ മരിച്ചുപോയി എന്ന് നമുക്ക് തോന്നിപ്പോകും. ഈവൻ സമത്വത്തിന് വേണ്ടിയിട്ട് പടപൊരുതിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ഭരണം നടത്തുന്ന രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിൽ പോലും ഇന്ന് ഈ സ്ത്രീ പുരുഷ അസമത്വം വലിയ 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 മല പോലെ വളർന്നു നിൽക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. രാജ്യങ്ങൾ, ഭരണകർത്താക്കൾ ഇത്തരം വിഷയത്തിന്മേൽ പരിഷ്കാരം കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ സ്ത്രീകൾക്ക് എത്ര വേണമെങ്കിലും പ്രിവിലേജ് കൊടുക്കാം, അവരെ നമുക്ക് സംരക്ഷിക്കാം, സുരക്ഷിതരാക്കണം. അപ്പോൾ തന്നെ ഇത്തരം നിയമങ്ങളെ അന്യായമായി ഉപയോഗിക്കുന്ന സ്ത്രീകൾക്കെതിരെ കർശനമായ നടപടിയെടുക്കുവാനുള്ള ഒരു സംവിധാനം കൂടി നമ്മുടെ നിയമത്തിൽ കൊണ്ടുവരണം. അതുപോലെ തന്നെ ഇത്തരം സ്ത്രീകളാൽ പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാർക്ക് മാനസികമായും ശാരീരികമായിട്ടും വൈകാരികപരമായിട്ടും ഒക്കെ പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാർക്ക് വാദങ്ങൾ കേൾക്കുവാനും പുരുഷന്റെ അവകാശത്തിന് മീതെയുള്ള കടന്നുകയറ്റത്തെ ഇല്ലാതാക്കുവാനും നമ്മുടെ നിയമത്തിൽ പുരുഷ കമ്മീഷനോ അത്തരം പ്രസ്ഥാനങ്ങളൊക്കെ കൊണ്ടുവരണം എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. സ്ത്രീയും പുരുഷനും ഒരുപോലെ ജീവിക്കട്ടെ, തുല്യ അവകാശങ്ങൾ പങ്കിട്ട് അവർ ജീവിക്കട്ടെ. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ലോകത്തെ സമാധാനവും ശാന്തിയും സന്തോഷവും ഭരണകർത്താക്കൾക്ക് സുഗമമായിട്ട് ഭരിക്കുവാനും ഒക്കെ സാധിക്കൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ആശയം. അല്ലാത്തിടത്തോളം കാലം ഈ ലോകത്ത് സമാധാനം പുലരാൻ പോകുന്നില്ല. ഞാൻ പറയുന്നത് സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശം കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സമൂഹത്തെ കെട്ടിപ്പടുത്തു കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമ്മുടെ വരും തലമുറയിലെങ്കിലും അത്തരം നല്ല ഒരു കാര്യം ഉണ്ടാകണം എന്നുള്ളതാണ് ഞാൻ ആശിക്കുന്നത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും സമാധാനത്തോടെയും ഐക്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കണമെങ്കിൽ നമ്മുടെ നിയമത്തിൽ അത്തരം തുല്യത കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. നമ്മുടെ ഭരണകർത്താക്കന്മാർ ഇത്തരം വിഷയങ്ങളിൽ കൂടുതലായി പഠിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും അത്തരം നടപടിക്രമങ്ങളിലേക്ക് വരും കാലഘട്ടങ്ങളിലെങ്കിലും
അതിനുവേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് എൻ്റെ ഈ വീഡിയോയിലൂടെ പറഞ്ഞു വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും. അപ്പോൾ മറ്റൊരു വീഡിയോ കാണും വരെ ഗുഡ് ബൈ.